MS ഓഫീസ് ടൂൾസ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നോട്ട് പാഡിലുള്ള ടെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷനോ സോഫ്റ്റ്വെയറോ കൂടാതെ എക്സൽ ഷീറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നോട്ട് പാഡിൽ ഇവിടെ ഓരോ കോളം വൈസ് എക്സലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഈ നോട്ട് പാഡിലുള്ള ഈ ടെക്സ്റ്റ് ഓരോ കോളമായി തിരിച്ച് ഓരോ കോളം ബേസിൽ എങ്ങനെ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായി ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഇവിടെ ഫയൽ എന്ന ഈ ഓപ്ഷനിൽ വരിക. ഓപ്പൺ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബ്രൗസിലേക്ക് പോവുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടേണ്ടതായ അഥവാ കൺവേർട്ട് ചെയ്യേണ്ടതായ ടെക്സ്റ്റ് നോട്ട് പാഡ് ആയാലും ഇനി വേർഡ് ഫയലായാലും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിൻ്റെ ഫയൽ നെയിമും കൃത്യമായി അറിയുക. ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡെസ്ക്ടോപ്പിലാണ്. അപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് പോവുക. ഇവിടെ നിന്നും ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സാമ്പിൾ ഡാറ്റ എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്തത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. ഇവിടെ നിന്നും ഡിലിമിറ്റഡ് ഇത് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. ടേബിൾ ഈ കോളം ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. അടുത്തത് സെമിക്കോളൻ ഇതും സെലക്ട് ചെയ്യുക. ഫിനിഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഡാറ്റ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടതായി കാണുകയും ചെയ്യാവുന്നതാണ്. ഈ ഓരോ കോളത്തിലും ഡാറ്റ ക്രിയേറ്റ് ചെയ്തേ കാണാം. ഇത് ഓരോ കോളം കൃത്യമായി സ്പേസോടുകൂടി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനായി സാധാരണ ഉപയോഗിക്കാറ് ഇങ്ങനെ വലിച്ച് അതോ ഡ്രാഗ് ചെയ്ത് ഓരോ കോളം ഇങ്ങനെ ഡ്രാഗ് ചെയ്യലാണ്. അതിനായി മറ്റൊരു എളുപ്പ വഴി കൂടി പറഞ്ഞു തരാം. ഇവിടെ നിന്നും ഇത് മൊത്തമായി സെലക്ട് ചെയ്യുക. ഈ പോയിന്റിൽ കഴ്സർ വെച്ച് ഏതെങ്കിലും ഒരു പോയിന്റിൽ കഴ്സർ വെച്ചതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്താൽ എല്ലാ കോളവും കൃത്യമായി ടൈപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്തതായി കാണാം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക.